ഫാസിമൽ സെന്ററിന്റെ ഒരു എക്സാമ്പിളാണ് സിലിണ്ടറിക്കൽ സ്കാനിങ്. സിലിണ്ടറിക്കൽ സ്കാനിങ്ങിൽ സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്, ആ ഡോക്യുമെന്റ്സിനെ ഒരു ഡ്രം ഉണ്ടാവും, സിലിണ്ടറിക്കൽ ഡ്രം ഉണ്ടാവും. ആ ഡ്രമ്മിൽ റാപ്പ് ചെയ്യും. നമുക്ക് സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെന്റിനെ സിലിണ്ടറിക്കൽ റൊട്ടേറ്റിംഗ് ഡ്രമ്മിൻ്റെ മുകളിൽ റാപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഒരു ലൈറ്റ് സോഴ്സ് വെച്ചിട്ട് ഇലുമിനേറ്റ് ചെയ്യും. എങ്ങനെയാണ് ഇലുമിനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡോക്യുമെന്റിന്റെ വിഡ്ത്തിൽ അക്രോസ് ദ വിഡ്ത്താണ്. അപ്പോൾ ഹൊറിസോണ്ടൽ സ്കാനിങ് ആണ് അവിടെ പോസിബിൾ ആവുന്നത്. ഈ ഡ്രം റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം ഒരു ലൈനിന്റെ ഭാഗത്തേക്കായിരിക്കും ലൈറ്റ് സോഴ്സ് ഇലുമിനേറ്റ് ചെയ്യുന്നത്. ഈ ഡ്രം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അടുത്ത ലൈനെ എന്താവും, സ്കാൻ ചെയ്യും. അങ്ങനെ ലൈൻ ബൈ ലൈൻ സ്കാനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ടർ ഈ ഡ്രമ്മിന്റെ ആക്സിസിന് അലോങ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, മൂവ് ചെയ്യും. അതിനനുസരിച്ച് അതങ്ങനെ മൂവ് ചെയ്യും. സോ അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അവിടെ വെർട്ടിക്കൽ സ്കാനിങ്ങും നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ലൈൻ ബൈ ലൈൻ സ്കാനിങ് നടക്കുന്നുണ്ട്. ഏതായിരിക്കും പാത്തപ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഡ്രമ്മിന്റെ ആക്സിസിന് അലോങ് ആയിട്ട് സ്ലോലി ഫോട്ടോ ഡിറ്റക്ടറും മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ മൊത്തത്തിൽ ടോട്ടൽ എഫക്റ്റ് ഒരു സ്പൈറൽ പാത്തായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമുക്ക് സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെന്റിനെ ഈ സിലിണ്ടറിക്കൽ ഡ്രമ്മിന്റെ മുകളിൽ റാപ്പ് ചെയ്യും. ഓക്കെ, ഒരു ഫ്ലൂറസെന്റ് ലാമ്പ് വെച്ച് ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഇലൂമിനേഷൻ കൊടുക്കും. പിന്നീട് ഈ ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള സ്കാനിങ് അവിടെ പോസിബിൾ ആണ്. അതോടൊപ്പം ഈ ഫ്ലൂറസെന്റ് ലാമ്പും ഇതിന്റെ ആക്സിസിന് അലോങ് ആയി സ്ലൈറ്റ്ലി മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പൈറൽ പാത്തായിരിക്കും ഉണ്ടാവുക. ആദ്യം അതിന്റെ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ മൗണ്ടിങ് ദ ഡോക്യുമെന്റ്, സിലിണ്ടറിക്കൽ ഡ്രമ്മിന്റെ മുകളിൽ റാപ്പ് ചെയ്യും. അതിനുശേഷം ഒരു ലൈറ്റ് ബീം വെച്ചിട്ട് ഇലൂമിനേറ്റ് ചെയ്യും ആൻഡ് ഡ്രം റൊട്ടേറ്റ് ചെയ്യും യൂണിഫോം സ്പീഡിൽ. സോ ഹൊറിസോണ്ടൽ സ്കാൻ വൺ ഹൊറിസോണ്ടൽ ലൈൻ അറ്റ് എ ടൈം ആൻഡ് ഹെലിക്കൽ മൂവ്മെന്റ് ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഡിറ്റക്ടർ മൂവ് സ്ലോലി അലോങ് ദ ആക്സിസ് ഓഫ് ദ ഡ്രം. സോ കവർ ദ നെക്സ്റ്റ് ലൈൻ ഓഫ് ദ ഡോക്യുമെന്റ്. അങ്ങനെയാണ് അടുത്ത ലൈന് വരുന്നത്. ആൻഡ് ലൈറ്റ് ഡിറ്റക്ഷൻ ആണ്. ഒരു ഫോട്ടോ ഇലക്ട്രിക് സെൽ റിസീവ്സ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ്. അറിയാം, ബ്രൈറ്റ് വൈറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ലൈറ്റ് ഔട്ട്പുട്ട് സിഗ്നൽ, ഹൈ ഔട്ട്പുട്ട് സിഗ്നൽ. ഡാർക്ക് ആണെങ്കിൽ ബ്ലാക്ക് ഏരിയ, ലെസ് ലൈറ്റ്, ലോ ഔട്ട്പുട്ട് സിഗ്നൽ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതിനുശേഷം സിഗ്നലിൽ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിന്റെ സ്കാനിങ് പാത്ത് എന്ന് പറയുന്നത് ഹെലിക്കൽ, ഒരു സ്പൈറൽ പാത്താണ്. എന്തുകൊണ്ടാ? ഡ്രം റൊട്ടേറ്റ്സ് അല്ലെ, ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഡിറ്റക്ടർ അതിന്റെ കൂടെ തന്നെ അലോങ് ഇറ്റ്സ് ആക്സിസിൽ ഡിറ്റക്ടറും മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കാനിങ് പാത്ത് എന്ന് പറയുന്നത് ഹെലിക്കൽ ആണ്, സ്പൈറൽ ആണ്. സോ ദ ഡോക്യുമെന്റ് ഈസ് സ്കാൻ ഇൻ കണ്ടിന്യൂസ് സ്പൈറൽ ഫ്രം വൺ എഡ്ജ് ടു അതർ. Simple and reliable mechanical scanning produces uniform line by line scanning, good for accurate reproduction of text message. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ മൂവിങ് പാർട്സുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ വിയർ ആൻഡ് ടിയർ പോസിബിൾ ആണ്. ലിമിറ്റഡ് സ്കാനിങ് സ്പീഡാണ്. സ്യൂട്ടബിൾ ഫോർ മോഡേൺ ഹൈ സ്പീഡ് ഡിജിറ്റൽ ഫാക്സ് സിസ്റ്റം. ഓക്കെ, ഇവിടെ ഓൾഡർ അനലോഗ് ഫാസിമൽ ട്രാൻസ്മിറ്റർ ആയിട്ടാണ് മെയിൻ പാർട്ട് റൊട്ടേറ്റിംഗ് ഡ്രം. സ്കാനിങ് പാത്ത് ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ. മൂവ്മെന്റ് ഡ്രം റൊട്ടേറ്റ് പ്ലസ് ഡിറ്റക്ടർ മൂവ്സ് ആക്സിയലി. ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ റെപ്രസെന്റിംഗ് ലൈറ്റ് ഇന്റൻസിറ്റി. എല്ലാ ഔട്ട്പുട്ടും ഇത് തന്നെയാണ് അല്ലെ, സ്കാനിങ്ങിന്റെ എല്ലാ ഔട്ട്പുട്ടും ഇങ്ങനെ തന്നെയാണ്. ഏത് മെത്തേഡ് ആണെങ്കിലും ഇലക്ട്രിക്കൽ സിഗ്നൽ റെപ്രസെന്റിംഗ് ദ ലൈറ്റ് ഇന്റൻസിറ്റി.